കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ നായർ യുദ്ധമുന്നണികളിൽ ആനയുദ്ധം ഒരു പ്രധാന സംഭവമായിരുന്നു. ശത്രുപാളയത്തിലെ കാലാൾപ്പട കുതിരപ്പടകളെ തകർത്ത് ഭീതി സൃഷ്ടിക്കുവാനും മുന്നേറുവാനും മാത്രമല്ല, ശത്രുക്കളുടെ ആനപ്പടയെ തകർക്കുവാനും നായർ യോദ്ധാക്കൾക്ക് സാധിക്കുമായിരുന്നു. ആനകളെ മെരുക്കുന്നതിനും വശീകരിക്കുന്നതിനും അവർക്ക് അറിയാമായിരുന്നു. ഇതിനുവേണ്ടി ചില പ്രത്യേകതരം ഔഷധങ്ങളും അഭ്യാസ ചാതുര്യവും അവർക്കുണ്ടായിരുന്നു. ഗജലക്ഷണ മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ ആനക്കുറിച്ചന്തം, പാകർനടൈ തുടങ്ങിയ പ്രാചീന ഗ്രന്ഥങ്ങൾ നായന്മാരുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. നായർ സ്ത്രീജനങ്ങൾക്കും കൂടി ഇതിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനയോട്ടിപ്പടവർ എന്ന വിശേഷണം പോലെ തന്നെ നായന്മാർക്കുണ്ടായിരുന്ന മറ്റൊരു പേരായിരുന്നു കുതിരവെട്ടിപ്പടവർ എന്നത്. പ്രാചീന വട്ടെഴുത്ത് രേഖകൾ പറയുന്നത് കുതിരപ്പടയെ വെട്ടുന്നതിന് വിശേഷ സാമർഥ്യം ഉള്ളവരായിരുന്നു നായർ പോരാളികൾ എന്നാണ്. അവർ തങ്ങളുടെ കാലിൻ്റെ മുട്ടുമുതൽ പാദം വരെ ഒരുതരം മൂർച്ചയുള്ള ആയുധം വച്ച് കെട്ടി അതിവേഗത്തിൽ മേൽപോട്ടുള്ള ചാട്ടത്തിൽ കുതിരയുടെ കഴുത്തിൻ്റെ മുൻവശത്തുകൂടെ കാൽ വീശി കുതിര കഴുത്ത് മുറിക്കുകയും അതോടൊരുമിച്ച് കൈവാൾ കൊണ്ട് കുതിരപ്പുറത്തിരിക്കുന്ന ആളിനെ കൂടി വെട്ടുകയും ചെയ്യാനുള്ള അസാമാന്യമായ കഴിവ് നായർ പടയാളികൾക്ക് ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.